നമസ്കാരം. ഇന്ന് നമ്മൾ ആയിരക്കണക്കിന് വർഷം പിന്നിലേക്ക്, മഞ്ഞുയുഗത്തിന്റെ കൊടും തണുപ്പിലേക്ക് ഒരു യാത്ര പോവുകയാണ്. കൊടും തണുപ്പിൽ മരവിച്ചുപോയ ഒരു ലോകം. ആകാശത്ത് ഇന്നത്തെ നക്ഷത്രങ്ങളായിരുന്നില്ല, വേറൊരു കൂട്ടം നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങി. ഡൈനോസറുകളെന്നേ ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോയിരുന്നു. പകരം ഭീമാകാരന്മാരായ മാമ്മത്തുകൾ ഭൂമിയെ വിറകൊള്ളിച്ചു. നമ്മൾ ഇന്ന് കാണുന്ന ഈ പച്ചപ്പും ഈ കെട്ടിടങ്ങളും ഈ തിരക്കുമൊന്നുമില്ലാത്ത ഒരു കാലം. പകരം മഞ്ഞുമൂടിയ മലനിരകളും തണുത്തുറഞ്ഞ പുഴകളും വിശാലമായ പുൽമേടുകളും മാത്രം. മനുഷ്യൻ ഗുഹകളിൽ തീകൂട്ടി, മൃഗങ്ങളെ വേട്ടയാടി, അതിജീവനത്തിനായി പ്രകൃതിയോട് പൊരുതിയൊരു കാലം. ആ ലോകത്ത് നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും ജീവിച്ചിരുന്നത്? അയാളുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും കടന്നുപോയിരുന്നത്? വരൂ, നമുക്ക് മെല്ലെ, വളരെ മെല്ലെ ആ കാലത്തിലേക്ക് നടന്നുപോകാം. അയാളുടെ ചിന്തകളിലൂടെ, അയാളുടെ കണ്ണുകളിലൂടെ ആ ലോകത്തെ കാണാൻ ശ്രമിക്കാം. ഒരുപക്ഷേ ഈ കഥ കേട്ട് തീരുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ താനേ അടഞ്ഞുപോയേക്കാം. സാരമില്ല, ശാന്തമായി ഉറങ്ങിക്കൊള്ളൂ. ആ കാലഘട്ടത്തിന്റെ അത്ഭുതങ്ങളിലേക്കും രഹസ്യങ്ങളിലേക്കും നമുക്കൊന്നിറങ്ങിച്ചെല്ലാം. ഹിമയുഗം. ഭൂമിയുടെ ചരിത്രത്തിലെ ഒരു വലിയ അധ്യായമാണത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു കാലഘട്ടം. ഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും മഞ്ഞു മൂടിക്കിടന്നിരുന്ന ഒരു സമയം. നമ്മൾ ഇന്ന് കാണുന്ന പല രാജ്യങ്ങളും നഗരങ്ങളും അന്ന് കിലോമീറ്ററുകളോളം കനമുള്ള മഞ്ഞുപാളികൾക്കടിയായിരുന്നു. അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യന്റെ ജീവിതം ഒരു പോരാട്ടമായിരുന്നു. ഓരോ ദിവസവും അതിജീവനത്തിനായുള്ള ഒരു പോരാട്ടം. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടണം, ഭക്ഷണം കണ്ടെത്തണം, വന്യമൃഗങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കണം. ഇന്നത്തെപ്പോലെ വീടുകളോ വസ്ത്രങ്ങളോ കടകളോ ഒന്നും തന്നെയില്ല. പ്രകൃതി മാത്രമായിരുന്നു അവരുടെ ആശ്രയം. അവർ ജീവിച്ചിരുന്നത് ചെറിയ കൂട്ടങ്ങളായിട്ടായിരുന്നു, ഒരു കുടുംബം പോലെ. പരസ്പരം സഹായിച്ചും ഒന്നിച്ചു വേട്ടയാടിയും അവർ കഴിഞ്ഞു. ഗുഹകളായിരുന്നു അവരുടെ വീടുകൾ. തീയായിരുന്നു അവരുടെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. തണുപ്പിൽ നിന്ന് രക്ഷ നേടാനും ഭക്ഷണം പാകം ചെയ്യാനും രാത്രിയിൽ വന്യമൃഗങ്ങളെ അകറ്റി നിർത്താനും ആ തീ അണയാതെ അവർ കാത്തു. മാമത്തുകളെന്ന ഭീമാകാരന്മാരായ ആനകളും രോമങ്ങളുള്ള കാണ്ടാമൃഗങ്ങളും വാൾപല്ലൻ കടുവകളുമൊക്കെ അന്ന് ഭൂമിയിൽ സ്വതന്ത്രമായി നടന്നിരുന്നു. അവയെ വേട്ടയാടിയായിരുന്നു അവർ പ്രധാനമായും ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കൂർത്ത കല്ലുകൾ കൊണ്ടും മരക്കമ്പുകൾ കൊണ്ടുമുണ്ടാക്കിയ ആയുധങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഒരുപാട് ദിവസത്തെ പരിശ്രമത്തിനൊടുവിലായിരിക്കും ഒരുപക്ഷെ അവർക്കൊരു മൃഗത്തെ വേട്ടയാടി വീഴ്ത്താൻ കഴിഞ്ഞിരുന്നത്. അവർക്ക് ഭാഷയുണ്ടായിരുന്നോ? ഒരുപക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന പോലെയുള്ള വ്യക്തമായ വാക്കുകൾ ഇല്ലായിരിക്കാം. പക്ഷേ അവർ പരസ്പരം സംസാരിച്ചിരുന്നു. ശബ്ദങ്ങളിലൂടെ, ആംഗ്യങ്ങളിലൂടെ, ഗുഹാഭിത്തികളിൽ കോറിയിട്ട ചിത്രങ്ങളിലൂടെ അവർ തങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചു. ആ ചിത്രങ്ങൾ ഇന്നും നമുക്ക് കാണാൻ കഴിയും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും മായാതെ നിൽക്കുന്ന ആ ചിത്രങ്ങളിലൂടെ അവർ നമ്മളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ജീവിതം വളരെ ചെറുതായിരുന്നു. രോഗങ്ങളും അപകടങ്ങളും ഭക്ഷണത്തിന്റെ ദൗർലഭ്യവും എല്ലാം അവരുടെ ആയുസ്സ് കുറച്ചു. എങ്കിലും അവർ ജീവിച്ചു. അതികഠിനമായ ആ സാഹചര്യങ്ങളെ അതിജീവിച്ച് അവർ തങ്ങളുടെ വംശം നിലനിർത്തി. ആ തലമുറയുടെ അതിജീവനമാണ് നമ്മളെ ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചത്. ഇനി നമുക്ക് ആ മനുഷ്യരിൽ ഒരാളുടെ അടുത്തേക്ക് പോകാം. അവന്റെ പേര് നമുക്കറിയില്ല, അവന്റെ ഭാഷ നമുക്ക് മനസ്സിലാവില്ല. എങ്കിലും നമുക്കവനോടൊപ്പം ഒരു ദിവസം മുഴുവൻ സഞ്ചരിക്കാം. അവന്റെ കണ്ണുകളിലൂടെ ആ ലോകം കാണാം. അവന്റെ ചിന്തകൾ കേൾക്കാൻ ശ്രമിക്കാം. ഒരു നിമിഷം, ഈ കഥയുടെ ആഴങ്ങളിലേക്ക് തിരികെ പോകും മുൻപ് 2 കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചുകൊള്ളട്ടെ. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഒരുപക്ഷേ കേരളത്തിലെ ശാന്തമായ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ തിരക്കിട്ട ഒരു പ്രവാസ ജീവിതത്തിനിടയിലെ ഒരു ഇടവേളയിലാവാം. നിങ്ങൾ എവിടെയാണെന്നും ഇപ്പോഴത്തെ സമയം എത്രയാണെന്നും ഒരു കമന്റായി രേഖപ്പെടുത്താമോ? നമ്മുടെ ഈ കഥകൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്നറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. നേരം പുലർന്നിട്ടില്ല. ഗുഹയുടെ പുറത്ത് ഇപ്പോഴും ഇരുട്ടാണ്. അകത്ത് എരിയുന്ന തീയുടെ ചെറിയ വെളിച്ചം മാത്രം.
ആ വെളിച്ചത്തിൽ അവൻ കണ്ണു തുറന്നു. തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്നുണ്ട്. മൃഗങ്ങളുടെ തോലുകൊണ്ട് പുതച്ചിട്ടും തണുപ്പിനൊരു കുറവുമില്ല. അവൻ മെല്ലെ എഴുന്നേറ്റു. തീ അണയാറായിരിക്കുന്നു. അവൻ കുറച്ചു വിറകുകൂടി തീയിലേക്ക് ചേർത്തുവെച്ചു. തീനാളങ്ങൾ വീണ്ടും ഉയർന്നു പൊങ്ങി. ഗുഹയ്ക്കുള്ളിൽ ഒരു ചെറിയ ചൂട് പടർന്നു. അവന്റെ അരികിൽ അവന്റെ ഇണയും കുഞ്ഞും സുഖമായി ഉറങ്ങുന്നു. കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി അവൻ ഒരു നിമിഷം നിന്നു. ഈ തണുപ്പിലും ഈ ലോകത്തും അവന്റെ ഏറ്റവും വലിയ സന്തോഷം ആ മുഖം കാണുന്നതാണ്. അവന്റെ ഉള്ളിൽ ഒരു നേരിയ ചിരി വിടർന്നു. പുറത്തു നേരം വെളുത്തുവരുന്നതേയുള്ളൂ. പക്ഷേ പക്ഷികളുടെ ശബ്ദം കേട്ടുതുടങ്ങിയിട്ടില്ല. മഞ്ഞുകാലമാണ്. പക്ഷികൾ കുറവാണ്. ഗുഹയുടെ വാതിൽക്കൽ വന്ന് അവൻ പുറത്തേക്ക് നോക്കി. എങ്ങും മഞ്ഞാണ്. മരങ്ങളെല്ലാം ഇലപൊഴിഞ്ഞ് മഞ്ഞു മൂടി നിൽക്കുന്നു. ദൂരെ മഞ്ഞുമലകൾ തലയുയർത്തി നിൽക്കുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ അപ്പോഴും തിളങ്ങുന്നുണ്ട്. ശാന്തമായ, നിശബ്ദമായ ഒരു പ്രഭാതം. അവന് വിശക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസം വേട്ടയാടിക്കൊണ്ടുവന്ന മാംസം തീർന്നിരിക്കുന്നു. ഇന്ന് വീണ്ടും വേട്ടയ്ക്ക് പോകണം. പക്ഷേ ഈ മഞ്ഞത്ത് മൃഗങ്ങളെ കണ്ടെത്തുക എളുപ്പമല്ല. അവറ്റകളെല്ലാം തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാവും. അവൻ ഗുഹയ്ക്കുള്ളിലേക്ക് തിരികെ നടന്നു. കല്ലുകൊണ്ട് നിർമ്മിച്ച അവന്റെ ആയുധങ്ങൾ ഒരു വശത്ത് അടുക്കിവച്ചിരിക്കുന്നു. അവൻ അതിൽ നിന്നും കൂർത്ത ഒരു കുന്തം കയ്യിലെടുത്തു. അതിന്റെ മുന ഒന്നുകൂടി കൂർപ്പിച്ചു. ഇന്ന് നല്ലൊരു വേട്ട കിട്ടിയേ തീരൂ, അല്ലെങ്കിൽ പട്ടിണിയാകും. അവന്റെ കൂട്ടത്തിലെ മറ്റുള്ളവരും പതിയെ ഉണർന്നു തുടങ്ങിയിരുന്നു. അവരും തീക്ക് ചുറ്റുമായി വന്നിരുന്നു. ആരും ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാവരുടെയും മുഖത്ത് ഒരേ ചിന്തയാണ്: ഭക്ഷണം. പ്രായമായ ഒരാൾ, ഒരുപക്ഷേ ആ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്നയാൾ, അവന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ദൂരേക്ക് കൈ ചൂണ്ടി എന്തോ പറഞ്ഞു. അവരുടെ ഭാഷയിൽ ഒരുപക്ഷേ ഇങ്ങനെയായിരിക്കാം പറഞ്ഞത്: ഇന്ന് നമ്മൾ ആ മലയുടെ അപ്പുറത്തേക്ക് പോകുന്നു. അവിടെ മാനുകളെ കണ്ടേക്കാം. അവൻ തലയാട്ടി. അതെ, പുതിയ സ്ഥലങ്ങളിലേക്ക് പോയാൽ മൃഗങ്ങളെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. അവൻ തന്റെ ഇണയെ നോക്കി. അവളുടെ കണ്ണുകളിലും പ്രതീക്ഷയാണ്. അവൾ അവന് യാത്ര പറഞ്ഞു. സൂക്ഷിക്കണം എന്നവളുടെ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു. അവനും മറ്റു 4 പേരും ചേർന്നാണ് വേട്ടയ്ക്ക് പോകുന്നത്. കരുത്തരായ, ചെറുപ്പക്കാരായ 5 പേർ. അവർ ഗുഹയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. മഞ്ഞിലൂടെ നടന്നു തുടങ്ങി. കാലുകൾ മഞ്ഞിൽ താഴ്ന്നു പോകുന്നു. നടക്കാൻ വളരെ പ്രയാസമാണ്. എങ്കിലും അവർ മുന്നോട്ട് നീങ്ങി. ഓരോ കാൽവെപ്പും പ്രതീക്ഷയോടെ ആയിരുന്നു. അവർ നടന്നു മണിക്കൂറുകളോളം. ചുറ്റും ഒരേപോലത്തെ കാഴ്ചകൾ. മഞ്ഞുമൂടിയ മരങ്ങളും പാറകളും. ഇടയ്ക്ക് ചില മുയലുകൾ ഓടിമറയുന്നത് കണ്ടു. പക്ഷേ അതുകൊണ്ടെല്ലാവർക്കും ഭക്ഷിക്കാനുള്ളത് കിട്ടില്ല. അവർക്ക് വേണ്ടത് ഒരു വലിയ മൃഗത്തെയാണ്. ഒരു മാനിനെയോ കാട്ടുപോത്തിനെയോ. നടന്ന് നടന്ന് അവരൊരു പുഴയുടെ അടുത്തേക്കെത്തി. പുഴയിലെ വെള്ളം തണുത്തുറഞ്ഞിരിക്കുന്നു. അതിലൂടെ അവർ അക്കരയ്ക്ക് കടന്നു. മറുകരയിൽ ഒരു ചെറിയ വനമാണ്. അവിടെ മൃഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങി, ശബ്ദമുണ്ടാക്കാതെ, ഓരോ അടയാളങ്ങളും നിരീക്ഷിച്ചുകൊണ്ട്. പെട്ടെന്ന് അവരിൽ ഒരാൾ നിന്നു. അവൻ നിലത്തേക്ക് വിരൽ ചൂണ്ടി. മഞ്ഞിൽ പതിഞ്ഞ ചില കാൽപ്പാടുകൾ. അത് ഒരു മാനിന്റെ കാൽപ്പാടുകളായിരുന്നു. അവരുടെ കണ്ണുകൾ തിളങ്ങി. അവർ പരസ്പരം നോക്കി. ശബ്ദമുണ്ടാക്കാതെ ആ കാൽപ്പാടുകൾ പിന്തുടരാൻ അവർ തീരുമാനിച്ചു. അതൊരു പുതിയ പ്രതീക്ഷയായിരുന്നു. ആ കാൽപ്പാടുകൾ അവരെ അവരുടെ ഭക്ഷണത്തിലേക്ക് എത്തിച്ചേക്കാം. അവർ വളരെ ശ്രദ്ധയോടെ ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് നടന്നു. അവരുടെ ഹൃദയമിടിപ്പ് അവർക്ക് തന്നെ കേൾക്കാമായിരുന്നു. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. മാൻ അധികം ദൂരെയായിരിക്കില്ല. അവർ ഒരു ചെറിയ കുന്നിന്റെ മുകളിലേക്ക് കയറി. അവിടെ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ അവരാ കാഴ്ച കണ്ടു. ഒരു ചെറിയ കൂട്ടം മാനുകൾ. അവ മഞ്ഞിൽ പുല്ല് തിരയുകയായിരുന്നു. അവരുടെ കൂട്ടത്തിൽ നിന്ന് അകന്നുമാറി ഒരു വലിയ മാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ പരസ്പരം നോക്കി. ആംഗ്യങ്ങളിലൂടെ അവർ തങ്ങളുടെ പദ്ധതി തയ്യാറാക്കി. 2 പേർ ഒരു വശത്തുകൂടി വളയും, മറ്റു 2 പേർ മറുവശത്തുകൂടി. അവൻ നേരെ മുന്നോട്ടു പോകും, മാനുകളുടെ ശ്രദ്ധ തിരിക്കാനായി. അതൊരു അപകടം പിടിച്ച പദ്ധതിയായിരുന്നു.
മാനിന് നല്ല വേഗതയുണ്ട്. അതിന്റെ കൊമ്പുകൾക്ക് നല്ല മൂർച്ചയുമുണ്ട്. ചെറിയൊരു പിഴവു പറ്റിയാൽ മരണം വരെ സംഭവിക്കാം. പക്ഷേ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. വിശപ്പ് അവരെ അതിന് പ്രേരിപ്പിച്ചു. അവൻ ആഴത്തിലൊരു ശ്വാസമെടുത്തു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന കുന്തം മുറുകെ പിടിച്ച് കുന്നിൻ ചെരുവിലൂടെ താഴേക്കോടി. അവന്റെ ഓട്ടം കണ്ട മാനുകൾ ഭയന്ന് ചിതറിയോടാൻ തുടങ്ങി. എന്നാൽ അവരുടെ ലക്ഷ്യമായിരുന്ന ആ വലിയ മാൻ അവന്റെ നേരെ തിരിഞ്ഞു. അതിന്റെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, പകരം ദേഷ്യമായിരുന്നു. അതവനെ നേരിടാൻ തയ്യാറായി നിന്നു. ഈ സമയത്ത് മറ്റു 4 പേരും 2 വശങ്ങളിൽ നിന്നും അതിനെ വളഞ്ഞു. മാൻ കുടുങ്ങിയെന്ന് മനസ്സിലാക്കി. അത് രക്ഷപ്പെടാനായി ചാടി. പക്ഷേ ഒരു വശത്തുനിന്നും വന്ന കുന്തം അതിന്റെ കാലിൽ ആഴത്തിൽ പതിച്ചു. മാൻ വേദന കൊണ്ട് പുളഞ്ഞു. അത് നിലത്തു വീണു. എങ്കിലും അത് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവൻ ഓടിച്ചെന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം കൊണ്ട് അതിന്റെ കഴുത്തിൽ ആഞ്ഞു കുത്തി. മറ്റു 4 പേരും ഓടിയെത്തി അതിനെ കീഴ്പ്പെടുത്തി. കുറച്ചു സമയത്തെ പോരാട്ടത്തിനൊടുവിൽ ആ വലിയ മാൻ ചലനമറ്റു. അവർ വിജയിച്ചിരിക്കുന്നു. അവരുടെ മുഖത്ത് ആശ്വാസവും സന്തോഷവും നിറഞ്ഞു. ഇന്ന് രാത്രി പട്ടിണി കിടക്കേണ്ടി വരില്ല. കുറച്ചു ദിവസത്തേക്ക് ഭക്ഷണം സുരക്ഷിതമാണ്. അവർക്ക് വിശ്രമിക്കാൻ സമയമില്ലായിരുന്നു. ഇരുട്ടുന്നതിനു മുൻപ് ഗുഹയിൽ തിരിച്ചെത്തണം. അവർ ആ മാനിനെ ചുമലിലേറ്റി യാത്ര തിരിച്ചു. വന്നതിനേക്കാൾ ഭാരമുണ്ടിപ്പോൾ. പക്ഷേ ആ ഭാരത്തിനൊരു സുഖമുണ്ടായിരുന്നു. പ്രതീക്ഷയുടെ ഭാരം. നടത്തം വളരെ പതുക്കെയായിരുന്നു. എങ്കിലും അവരുടെ മനസ്സിൽ സന്തോഷമായിരുന്നു. ഗുഹയിൽ തങ്ങളെ കാത്തിരിക്കുന്നവരെക്കുറിച്ചായിരുന്നു അവരുടെ ചിന്ത. കുഞ്ഞിന്റെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. അവൾക്കിന്ന് വയറു നിറയെ ഭക്ഷണം കൊടുക്കാം. അവർ ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ ദൂരെ നിന്നേ തീയുടെ വെളിച്ചം കണ്ടു. അവരെ കാത്തെല്ലാവരും ഉണർന്നിരിക്കുകയായിരുന്നു. അവർ വേട്ടയുമായി വരുന്നത് കണ്ടപ്പോൾ മറ്റുള്ളവരുടെ മുഖത്തും സന്തോഷം വിടർന്നു. അന്നത്തെ രാത്രി ആ ഗുഹയിൽ ഒരു ഉത്സവമായിരുന്നു. തീയ്ക്കു ചുറ്റുമിരുന്ന് അവർ ആ മാംസം ചുട്ടുതിന്നു. വർഷങ്ങൾക്കു ശേഷം ഒരു നല്ല ഭക്ഷണം കഴിച്ചതുപോലെ അവർക്ക് തോന്നി. കുട്ടികൾ സന്തോഷത്തോടെ ഓടിക്കളിച്ചു. മുതിർന്നവർ തങ്ങളുടെ വേട്ടയുടെ കഥകൾ പറഞ്ഞു. വയറു നിറഞ്ഞപ്പോൾ എല്ലാവരും പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൻ തന്റെ ഇണയുടെയും കുഞ്ഞിന്റെയും അടുത്തായി കിടന്നു. കുഞ്ഞിനെ ചേർത്തുപിടിച്ച് അവൻ കണ്ണുകളടച്ചു. പുറത്തു മഞ്ഞു വീഴുന്ന ശബ്ദം നേരിയതായി കേൾക്കാം. അകത്ത് തീയുടെ ചൂടും പ്രിയപ്പെട്ടവരുടെ സാമീപ്യവും. അവന്റെ മനസ്സപ്പോൾ ശാന്തമായിരുന്നു. ഇന്നത്തെ ദിവസം കടന്നുപോയിരിക്കുന്നു. നാളത്തെ ദിവസം എന്തുതന്നെയായാലും അതിനെ നേരിടാൻ അവൻ തയ്യാറായിരുന്നു. ആ ധൈര്യത്തിൽ, ആ വിശ്വാസത്തിൽ അവൻ പതിയെ ഉറക്കത്തിലേക്ക് ആഴ്ന്നുപോയി. അവൻ കണ്ണു തുറന്നപ്പോൾ ഗുഹയ്ക്കുള്ളിൽ നല്ല വെളിച്ചമുണ്ട്. ഇന്നലെ രാത്രിയിലെ പോലെ പേടിപ്പെടുത്തുന്ന തണുപ്പില്ല. തീ നല്ലവണ്ണം എരിയുന്നുണ്ട്. ആ ചൂടിൽ അവന്റെ കുഞ്ഞ് സുഖമായി ഉറങ്ങുന്നു. ഇന്നലത്തെപ്പോലെ വിശപ്പിന്റെ വിളിയല്ല അവനെ ഉണർത്തിയത്. വയറു നിറഞ്ഞിരിക്കുന്നതിന്റെ ഒരു സുഖം അവന്റെ ശരീരമാകെ പടർന്നിരുന്നു. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. മഞ്ഞുവീഴ്ച കുറഞ്ഞിട്ടുണ്ട്. ആകാശം കുറച്ചുകൂടി തെളിഞ്ഞിരിക്കുന്നു. ഇന്നലെ കണ്ട അതേ ലോകം, പക്ഷേ ഇന്നതിനൊരു പുതിയ ഭാവം കൈവന്നതുപോലെ. മനസ്സിൽ ഭയമില്ലാത്തതുകൊണ്ടാവാം ആ ലോകം അവന് കൂടുതൽ സുന്ദരമായി തോന്നി. ഇന്ന് വേട്ടയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരുപാട് പണികളുണ്ട്. ഇന്നലെ കൊണ്ടുവന്ന ആ വലിയ മാനിനെ അവർക്ക് പാഴാക്കിക്കളയാൻ സാധിക്കില്ല. അതിന്റെ ഓരോ ഭാഗവും അവർക്ക് വിലപ്പെട്ടതാണ്. ഗുഹയുടെ ഒരരികിൽ സ്ത്രീകൾ ആ മാനിനു ചുറ്റും കൂടിയിരിക്കുന്നു. അവരുടെ കയ്യിൽ മൂർച്ചയേറിയ കൽച്ചീളുകളുണ്ട്. വളരെ ശ്രദ്ധയോടെ അവർ അതിന്റെ തോലുരിക്കുകയാണ്. അതൊരു കലയാണ്. തോലിനൊരു കേടും സംഭവിക്കാതെ അവർ അത് മാംസത്തിൽ നിന്ന് വേർപെടുത്തിയെടുത്തു. ആ തോലാണ് അവരുടെ വസ്ത്രം. ഈ കൊടും തണുപ്പിൽ നിന്ന് അവരെ പൊതിഞ്ഞുപിടിക്കുന്ന രക്ഷാകവചം. അതിനുശേഷം അവർ മാംസം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു. കുറച്ചു ഭാഗം അന്ന് പാകം ചെയ്യാനായി മാറ്റിവെച്ചു. ബാക്കിയുള്ളവ വരും ദിവസങ്ങളിലേക്ക് സൂക്ഷിച്ചുവെക്കണം. അവർ അത് തീയുടെ മുകളിൽ പുകകൊള്ളിക്കാനായി തൂക്കിയിട്ടു. അങ്ങനെ ചെയ്താൽ അത് കുറേ ദിവസത്തേക്ക് കേടുകൂടാതെയിരിക്കും. അതിജീവനത്തിന്റെ പാഠങ്ങൾ അവർ പ്രകൃതിയിൽ നിന്ന് തന്നെ പഠിച്ചതായിരുന്നു.
അവനും മറ്റു പുരുഷന്മാരും മാനിന്റെ എല്ലുകളും കൊമ്പുകളും എടുത്തു പണി തുടങ്ങുകയായിരുന്നു. ആ എല്ലുകൾക്ക് കല്ലിനേക്കാൾ ഉറപ്പുണ്ടായിരുന്നു. അവർ അത് മറ്റു കല്ലുകൾ ഉപയോഗിച്ച് രൂപം മാറ്റി. ചിലത് സൂചികളായി മാറി, തോലുകൾ കൂട്ടിത്തുന്നി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ. മറ്റു ചിലത് കുന്തത്തിന്റെ മുനകളായി. ഇനിയൊരു വേട്ടയ്ക്ക് പോകേണ്ടി വരുമ്പോൾ അതവർക്ക് ഉപകാരപ്പെടും. ഒന്നും അവർ പാഴാക്കിയില്ല. ആ മൃഗം അതിന്റെ ജീവൻ നൽകിയത് വെറുതെയാകരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവന്റെ കയ്യിലിരുന്ന ഒരു കൊമ്പ് പതിയെ രൂപം മാറുന്നത് അവന്റെ മകൻ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. അവൻ വെറുതെ നോക്കിയിരുന്നു. അവന്റെ അച്ഛൻ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് അവൻ പഠിക്കുകയായിരുന്നു. ഒരുനാൾ അവനും ഇതുപോലെ ചെയ്യേണ്ടിവരും. ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെ വിദ്യാലയങ്ങൾ. ജീവിതം തന്നെയായിരുന്നു അവരുടെ പുസ്തകം. അവൻ ആ കൊമ്പിൽ കൊത്തുപണികൾ ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ ഇന്നലെ നടന്ന വേട്ടയുടെ ദൃശ്യങ്ങൾ തെളിഞ്ഞുവന്നു. ആ മാനിന്റെ കണ്ണുകളിലെ ഭയം, അതിന്റെ അവസാനത്തെ ശ്വാസം. അവന്റെ ഉള്ളിൽ ഒരു നേരിയ വേദന തോന്നി. പക്ഷേ അവൻ അറിയാമായിരുന്നു, ഇതാണ് ഇവിടുത്തെ നിയമമെന്ന്. ഒരാളുടെ ജീവിതം മറ്റൊരാളുടെ ഭക്ഷണമാണ്. അവൻ ആ മൃഗത്തിന്റെ ആത്മാവിനോട് മനസ്സിൽ നന്ദി പറഞ്ഞു, തന്റെ കുടുംബത്തിന്റെ വിശപ്പകറ്റാൻ സഹായിച്ചതിന്. ദിവസം പതിയെ കടന്നുപോയി. വൈകുന്നേരമായപ്പോൾ ഗുഹയ്ക്കുള്ളിൽ വീണ്ടും ജീവിതം സജീവമായി. തീക്ക് ചുറ്റുമിരുന്ന് അവർ അന്നത്തെ ഭക്ഷണം കഴിച്ചു. കുട്ടികളുടെ ചിരിയും കളിയും ആ ഗുഹയ്ക്കുള്ളിൽ നിറഞ്ഞു. വയറു നിറഞ്ഞതിന്റെ സന്തോഷം അവരുടെ മുഖങ്ങളിൽ പ്രകടമായിരുന്നു. ഭക്ഷണം കഴിച്ചതിനു ശേഷം അവൻ തന്റെ മകനെയും കൊണ്ട് ഗുഹയുടെ ഭിത്തിക്കരികിലേക്ക് നടന്നു. എരിയുന്ന തീയുടെ വെളിച്ചം ആ കരിപിടിച്ച ഭിത്തികളിൽ ചില രൂപങ്ങളെ തെളിയിച്ചു. ഒരുപാട് ചിത്രങ്ങൾ ആ ഭിത്തിയിലുണ്ടായിരുന്നു. മാമത്തിന്റെയും കാട്ടുപോത്തിന്റെയും മാനിന്റെയും കുതിരകളുടെയും ചിത്രങ്ങൾ. ചില ചിത്രങ്ങൾ അവനും വരച്ചതാണ്. മറ്റു ചിലത് അവന്റെ അച്ഛനും അപ്പൂപ്പനും വരച്ചതാണ്. അവൻ ഒരു വലിയ മാമത്തിന്റെ ചിത്രത്തിൽ വിരൽ തൊട്ടു. ആ ചിത്രം കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങി. അവന്റെ അച്ഛൻ അവനൊരു പഴയ കഥ പറഞ്ഞു തുടങ്ങി. വാക്കുകളിലൂടെയല്ല, ആംഗ്യങ്ങളിലൂടെയും ചില പ്രത്യേക ശബ്ദങ്ങളിലൂടെയും. പണ്ട് അവന്റെ അച്ഛനും കൂട്ടരും ചേർന്ന് ഇതുപോലൊരു ഭീമാകാരനായ മാമത്തിനെ വേട്ടയാടിയ കഥ, ആ പോരാട്ടത്തിന്റെ തീവ്രതയും വിജയത്തിന്റെ സന്തോഷവും അവന്റെ മുഖഭാവങ്ങളിൽ നിന്നും കൈകളുടെ ചലനങ്ങളിൽ നിന്നും അവന്റെ മകൻ വായിച്ചെടുത്തു. ആ ഗുഹാചിത്രങ്ങൾ വെറും ചിത്രങ്ങളായിരുന്നില്ല, അത് അവരുടെ ചരിത്രമായിരുന്നു, അവരുടെ ഓർമ്മകളായിരുന്നു, തലമുറകളിലേക്ക് പകർന്നു നൽകേണ്ട അറിവുകളായിരുന്നു. ഓരോ ചിത്രത്തിനും പറയാൻ ഒരു കഥയുണ്ടായിരുന്നു. ഓരോ വരയ്ക്കും പിന്നിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. അവന്റെ കഥ കേട്ട്, തീയുടെ ചൂടേറ്റ്, ആ ഭിത്തിയിലെ മാമത്തിനെ സ്വപ്നം കണ്ട് അവന്റെ മകൻ പതിയെ അവന്റെ മടിയിൽ കിടന്നുറങ്ങി. അവൻ തന്റെ കുഞ്ഞിനെയും ചേർത്തുപിടിച്ച് ആ ഭിത്തിയിലേക്ക് നോക്കിയിരുന്നു. പൂർവീകർ കൂറിയിട്ട ആ ചിത്രങ്ങളും തന്റെ മടിയിൽ ഉറങ്ങുന്ന അടുത്ത തലമുറയും. അവൻ ആ വലിയ കാലചക്രത്തിൽ ഒരു ചെറിയ കണ്ണി മാത്രമായിരുന്നു എന്നവനറിയാമായിരുന്നു. ആ ബോധ്യം അവനിൽ ഒരുതരം ശാന്തത നിറച്ചു. പുറത്ത് രാത്രിയുടെ നിശബ്ദത കനത്തു. തീനാളങ്ങൾ ഭിത്തിയിലെ ചിത്രങ്ങൾക്ക് ജീവൻ നൽകി അവയെക്കൊണ്ട് നിഴൽ നൃത്തം ചെയ്യിച്ചു. ആ കാഴ്ച കണ്ട്, ആ ശാന്തതയിൽ ലയിച്ച് അവനും പതിയെ മയക്കത്തിലേക്ക് വഴുതി വീണു. ദിവസങ്ങൾ കടന്നുപോയി. ഗുഹയ്ക്കുള്ളിലെ ആ വലിയ മാനിന്റെ മാംസം കുറഞ്ഞുവന്നു. പക്ഷേ പട്ടിണിയുടെ ഭയം അവരുടെ മുഖങ്ങളിലില്ലായിരുന്നു. അവരുടെ വയറുകൾ നിറഞ്ഞതായിരുന്നു, മനസ്സുകൾ ശാന്തമായിരുന്നു. ആ ശാന്തതയിൽ അവർ ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു പ്രഭാതത്തിൽ അവൻ ഉണർന്നത് തീയുടെ ചൂടുകൊണ്ടായിരുന്നില്ല. ഗുഹയുടെ വാതിൽക്കൽ നിന്ന് അകത്തേക്ക് വന്ന ഒരു നേർത്ത കാറ്റേറ്റായിരുന്നു. ആ കാറ്റിന് പതിവുള്ള തണുപ്പുണ്ടായിരുന്നില്ല. അവൻ പുറത്തേക്ക് വന്നു നോക്കി. ആകാശത്തിന് പതിവില്ലാത്ത ഒരു നീലനിറം. ദൂരെ മഞ്ഞുമലകളുടെ മുകളിൽ സൂര്യരശ്മികൾ തട്ടി സ്വർണം പോലെ തിളങ്ങുന്നു. അവൻ ശ്രദ്ധിച്ചു. എവിടെ നിന്നോ വെള്ളം ഇറ്റുവീഴുന്ന ഒരു നേർത്ത ശബ്ദം. ഗുഹയുടെ മുകളിൽ നിന്നും പാറക്കെട്ടുകളിൽ നിന്നും
മരച്ചില്ലകളിൽ നിന്നും മഞ്ഞുരുകി വെള്ളത്തുള്ളികളായി താഴേക്ക് വീഴുകയാണ്. കാലങ്ങളായി ഉറങ്ങിക്കിടന്ന ഭൂമി പതിയെ കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ. അന്ന് അവരുടെ കൂട്ടത്തിലെ പ്രായം ചെന്നയാൾ അവനെയും മറ്റു ചിലരെയും അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ദൂരെയുള്ള ഒരു മലനിരയിലേക്ക് വിരൽ ചൂണ്ടുക മാത്രം ചെയ്തു. ആ മലയുടെ ചെരുവിൽ ചുവന്ന നിറത്തിലുള്ള പാറകൾ അവർക്ക് കാണാമായിരുന്നു. അവർക്ക് കാര്യം മനസ്സിലായി. ഇന്നവർ പോകുന്നത് വേട്ടയ്ക്കല്ല, പുതിയ നിറങ്ങൾ തേടിയാണ്. ഗുഹാഭിത്തികളിൽ പുതിയ കഥകൾ വരച്ചു ചേർക്കാനുള്ള ചായങ്ങൾ തേടി അവർ യാത്ര തിരിച്ചു. ഇന്നത്തെ യാത്രയ്ക്ക് ഒരു ഭാരവുമില്ലായിരുന്നു. കയ്യിൽ കുന്തങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ മനസ്സിൽ വേട്ടയുടെ പിരിമുറുക്കമുണ്ടായിരുന്നില്ല. പകരം ഒരുതരം കൗതുകമായിരുന്നു. ഉരുകിത്തുടങ്ങുന്ന ആ ലോകത്തെ ആദ്യമായി കാണുന്നതിന്റെ കൗതുകം. അവർ നടന്നു നീങ്ങുമ്പോൾ മഞ്ഞിനിടയിലൂടെ തലനീട്ടുന്ന പച്ചപ്പുകൾ കണ്ടു. വളരെ ചെറിയ കടും പച്ച നിറത്തിലുള്ള ചെടികൾ. മഞ്ഞുകാലം മുഴുവൻ മണ്ണിനടിയിൽ ക്ഷമയോടെ കാത്തിരുന്ന് സൂര്യന്റെ ആദ്യത്തെ ചൂടേറ്റപ്പോൾ പുറത്തേക്ക് വന്നവ. അവൻ അതിലൊന്ന് കുനിഞ്ഞെടുത്ത് മണത്തുനോക്കി. മണ്ണിന്റെയും ജീവന്റെയും ഗന്ധം. പുഴയുടെ മുകളിലെ മഞ്ഞുപാളികൾക്ക് കനം കുറഞ്ഞിരുന്നു. ചിലയിടങ്ങളിൽ വിള്ളലുകൾ വീണിരിക്കുന്നു. ആ വിള്ളലുകളിലൂടെ താഴെ വെള്ളമൊഴുകിപ്പോകുന്നതിന്റെ നേർത്ത ശബ്ദം അവർ കേട്ടു. ലോകം വീണ്ടും ഉണരുകയാണ്. പുതിയൊരു കാലം വരികയാണ്. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ ആ ചുവന്ന മലയുടെ അടുത്തെത്തി. അതൊരു സാധാരണ മലയായിരുന്നില്ല. അവിടത്തെ കല്ലുകൾക്കും മണ്ണിനും ചുവന്ന നിറമായിരുന്നു. ഇരുമ്പിന്റെ അംശം ധാരാളമുള്ളതുകൊണ്ടാവാം ആ നിറം വന്നത്. അവർക്കതൊന്നും അറിയില്ലായിരുന്നു. അവർക്കതൊരത്ഭുതമായിരുന്നു. ഭൂമി അവർക്കായി ഒരുക്കിയ നിറക്കൂട്ട്. അവരാ ചുവന്ന മണ്ണ് ശേഖരിക്കാൻ തുടങ്ങി. കല്ലുകൾ ഉപയോഗിച്ച് പാറകളിൽ നിന്ന് അത് ചുരണ്ടിയെടുത്തു. മൃഗത്തിന്റെ തോലുകൊണ്ടുണ്ടാക്കിയ ചെറിയ സഞ്ചികളിൽ അവർ അത് നിറച്ചു. അവരുടെ കൈകളും മുഖവുമെല്ലാം ചുവന്നു. അത് കണ്ടപ്പോൾ അവർ പരസ്പരം നോക്കി ചിരിച്ചു. ഒരുപക്ഷേ മനുഷ്യനാദ്യമായി നിറങ്ങളിൽ സന്തോഷം കണ്ടെത്തിയ നിമിഷങ്ങളിലൊന്നായിരിക്കാമത്. അവരവിടെ നിന്നും കറുത്ത കല്ലുകളും ശേഖരിച്ചു. തീയിൽ ചുട്ടെടുത്താൽ നല്ല കറുത്ത പൊടി കിട്ടുന്ന തരം കല്ലുകൾ. ചിത്രങ്ങൾ വരയ്ക്കാൻ ചുവപ്പും കറുപ്പുമായിരുന്നു അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിറങ്ങൾ. രക്തത്തിന്റെയും ഇരുട്ടിന്റെയും നിറങ്ങൾ, ജീവിതത്തിന്റെയും മരണത്തിന്റെയും നിറങ്ങൾ. സഞ്ചികൾ നിറയെ ചായക്കൂട്ടുകളുമായി അവർ ഗുഹയിലേക്ക് തിരികെ നടന്നു. അവരുടെ നടത്തത്തിന് പതിവില്ലാത്ത വേഗതയുണ്ടായിരുന്നു. പുതിയ കഥകൾ പറയാൻ അവരുടെ മനസ്സ് ധൃതി കൂട്ടുന്നുണ്ടായിരുന്നു. ഗുഹയിൽ തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും അവരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അവർ കൊണ്ടുവന്ന ചുവന്ന മണ്ണും കറുത്ത കല്ലുകളും കണ്ടപ്പോൾ കുട്ടികളുടെ കണ്ണുകൾ വിടർന്നു. അന്ന് സന്ധ്യയ്ക്ക് ഗുഹയ്ക്കുള്ളിൽ വീണ്ടും ആ പഴയ ചടങ്ങ് നടന്നു. പ്രായം ചെന്നയാൾ ആ ചുവന്ന മണ്ണൊരു കൽപ്പാത്രത്തിലിട്ട് വെള്ളം ചേർത്ത് കുഴച്ചു. അതൊരു കുഴമ്പു രൂപത്തിലായി. അവൻ തന്റെ വിരലുകൾ ആ ചുവന്ന ചായത്തിൽ മുക്കി. എന്നിട്ട് ഗുഹയുടെ ഭിത്തിയിൽ കഴിഞ്ഞ ദിവസം അവർ വേട്ടയാടിയ മാനിന്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ആദ്യം അതിന്റെ വലിയ കൊമ്പുകൾ, പിന്നെ തല, പിന്നെ ശരീരം. അവൻ വരയ്ക്കുമ്പോൾ മറ്റുള്ളവർ നിശബ്ദരായി അത് നോക്കി നിന്നു. തീയുടെ വെളിച്ചത്തിൽ ആ ചുവന്ന രൂപം പതിയെ ആ ഭിത്തിയിൽ തെളിഞ്ഞുവന്നു. അതൊരു വെറും ചിത്രമായിരുന്നില്ല. അവരുടെ വിജയത്തിന്റെ, അവരുടെ അതിജീവനത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. ആ മൃഗത്തോടുള്ള ബഹുമാനമായിരുന്നു. അവൻ ചിത്രം വരച്ചു തീർന്നപ്പോൾ എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. പിന്നെ അവർ പതിയെ ശബ്ദങ്ങളുണ്ടാക്കാൻ തുടങ്ങി. അതൊരു പാട്ടുപോലെയായിരുന്നു. ആ മൃഗത്തിന്റെ ആത്മാവിന് നന്ദി പറയുന്ന, പ്രകൃതിക്ക് നന്ദി പറയുന്ന ഒരു പ്രാർത്ഥനാഗീതം. അവൻ ആ പുതിയ ചിത്രത്തിലേക്ക് നോക്കി നിന്നു. അതിനടുത്തായി അവന്റെ അച്ഛൻ വരച്ച മാമത്തുമുണ്ട്. അതിനപ്പുറം അവന്റെ അപ്പൂപ്പൻ വരച്ച കാട്ടുപൂത്തുമുണ്ട്. തലമുറകളുടെ കഥ പറയുന്ന ഒരു വലിയ പുസ്തകത്തിലെ പുതിയൊരു താളമായിരുന്നു അവൻ അന്ന് എഴുതിച്ചേർത്തത്. അന്ന് രാത്രി അവൻ ഉറങ്ങാൻ കിടന്നപ്പോൾ അവന്റെ മനസ്സിൽ നിറയെ ചുവന്ന നിറമായിരുന്നു. ജീവന്റെ നിറം, പോരാട്ടത്തിന്റെ നിറം. അവന്റെ വിരലുകളിൽ അപ്പോഴും ആ മണ്ണിന്റെ ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഗന്ധം അവനെ ഉറക്കത്തിലേക്ക് നയിച്ചു. അവൻ കണ്ട സ്വപ്നങ്ങളിലും ചുവന്ന മാനുകൾ പുൽമേടുകളിലൂടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ആ ചുവന്ന നിറമുള്ള സ്വപ്നങ്ങളിൽ നിന്ന് അവൻ ഉണർന്നത് പതിവില്ലാത്തൊരു ഇരമ്പൽ കേട്ടുകൊണ്ടാണ്. അത് കാറ്റിന്റെ ശബ്ദമായിരുന്നില്ല. ദൂരെ എവിടെയോ ഒരു വലിയ മൃഗം അലറുന്നതുപോലൊരു ശബ്ദം. അവൻ വേഗം എഴുന്നേറ്റ് ഗുഹയുടെ വാതിൽക്കലേക്ക് നടന്നു. ഗുഹയ്ക്ക് പുറത്ത് ലോകം വീണ്ടും മാറിയിരിക്കുന്നു. മഞ്ഞൊരുപാട് ഒരുങ്ങിയിരിക്കുന്നു. കുന്നൻ ചെരുവുകളിലെ പാറക്കെട്ടുകൾ കൂടുതൽ വ്യക്തമായി കാണാം. അവന്റെ കാലിനടിയിലെ മണ്ണ് ഉറച്ചതായിരുന്നില്ല. അതിൽ നനവുണ്ടായിരുന്നു. അവൻ കേട്ട ആ ഇരമ്പൽ
അതവരുടെ ഗുഹയിൽ നിന്നും അധികം ദൂരമില്ലാത്ത പുഴയുടേതാണ്. ദിവസങ്ങൾക്ക് മുമ്പ് അവർ മഞ്ഞിലൂടെ നടന്നുപോയ ആ പുഴ ഇന്നൊരു ഭ്രാന്തിയെപ്പോലെ ഒഴുകുകയാണ്. അവനും കൂട്ടത്തിലെ മറ്റു ചിലരും അങ്ങോട്ട് നടന്നു. അവർ കണ്ട കാഴ്ച ഭയപ്പെടുത്തുന്നതായിരുന്നു. ആ പുഴ നിറയെ കലങ്ങിയ വെള്ളമായിരുന്നു. ഉരുകിലു മഞ്ഞിനൊപ്പം മലമുകളിൽ നിന്നുള്ള മണ്ണും കല്ലുകളും മരങ്ങളും വഹിച്ചുകൊണ്ട് അത് കുതിച്ചൊഴുകുന്നു. അതിന്റെ ശക്തിയിൽ വലിയ മരങ്ങൾ കടപുഴകി ഒഴുകിപ്പോകുന്നതവർ കണ്ടു. അവരുടെ ലോകത്തെ രണ്ടായി മുറിച്ചുകൊണ്ട് ആ പുഴ ഒഴുകി. മറുകരയിലേക്ക് പോകാൻ ഇപ്പോൾ ഒരു വഴിയുമില്ല. അവർ നിശ്ശബ്ദരായി ആ കാഴ്ച നോക്കി നിന്നു. പ്രകൃതിയുടെ ഈ ഭാവമാറ്റം അവർക്ക് പുതിയതായിരുന്നു. തണുത്തുറഞ്ഞ ലോകം നൽകിയിരുന്ന ഒരു തരം സുരക്ഷിതത്വം ഇല്ലാതാകുന്നത് അവർ അറിയുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോകുന്തോറും പുഴയിലെ ജലനിരപ്പ് ഉയർന്നുവന്നു. അതതിന്റെ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. അവരുടെ ഗുഹ ഒരു ഉയർന്ന സ്ഥലത്തായിരുന്നതുകൊണ്ട് അവർക്ക് പേടിയുണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ ദിവസവും ആ വെള്ളം അവരുടെ വാസസ്ഥലത്തേക്ക് അടുത്തടുത്തു വരുന്നത് അവർ കണ്ടു. അവരുടെ കൂട്ടത്തിലെ പ്രായം ചെന്നയാൾ ദിവസവും പുഴയുടെ അടുത്തേക്ക് പോകും. മണിക്കൂറുകളോളം അവിടെ നിന്ന് വെള്ളം ഉയരുന്നത് നോക്കി നിൽക്കും. അദ്ദേഹം ഒന്നും പറയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്തെ ചുളിവുകൾക്ക് ആഴം കൂടുന്നതുപോലെ അവർക്ക് തോന്നി. ഒരു ദിവസം അദ്ദേഹം തിരികെ വന്ന് എല്ലാവരെയും ഒരുമിച്ചുകൂട്ടി. എന്നിട്ട് പുഴയുടെ ദിശയിലേക്ക് കൈ ചൂണ്ടി. പിന്നെ അവരുടെ ഗുഹയിലേക്കും. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അവരോട് സംസാരിച്ചു. ഈ സ്ഥലം ഇനി സുരക്ഷിതമല്ല. ഏത് നിമിഷവും വെള്ളം ഇവിടെ കിരച്ചു കയറാം. നമ്മൾ പോകണം. ആ വാക്കുകൾ ആ ഗുഹയ്ക്കുള്ളിൽ ഒരു നിശബ്ദത സൃഷ്ടിച്ചു. പോകുകയോ? എവിടേക്ക്? ഈ ഗുഹ, ഇത് അവരുടെ വീടാണ്. തലമുറകളായി അവർ താമസിക്കുന്ന ഇടം. അവന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും ജീവിച്ച സ്ഥലം. അവൻ ജനിച്ചു വീണത് ഇവിടെയാണ്. അവന്റെ കുഞ്ഞ് ആദ്യമായി കണ്ണു തുറന്നത് ഈ ഗുഹയ്ക്കുള്ളിലാണ്. അവൻ ആ ഭിത്തികളിലേക്ക് നോക്കി. അവിടെ നിറയെ ചിത്രങ്ങളുണ്ട്. ഓരോ ചിത്രവും ഓരോ കഥയാണ്. ഓരോന്നും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം ഉപേക്ഷിച്ച് എങ്ങനെ പോകും? അവന്റെ ഇണ അവന്റെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകളിലും അതേ ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ അവളുടെ കയ്യിൽ അവരുടെ കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവർക്കുത്തരം കിട്ടി. ആ ചിത്രങ്ങളെക്കാളും ഈ ഗുഹയേക്കാളും വലുത് ആ കുഞ്ഞിന്റെ ജീവനാണ്. അവർക്ക് ജീവിക്കണം, അതിജീവിക്കണം. അന്നത്തെ രാത്രി അവർ ഉറങ്ങിയില്ല. അവർ തങ്ങളുടെ സാധനങ്ങൾ ഒരുക്കുകയായിരുന്നു. അവരുടെ ആകെയുള്ള സമ്പാദ്യം: കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ, മൃഗത്തോലുകൊണ്ടുള്ള വസ്ത്രങ്ങൾ, ഉണക്കിവെച്ച കുറച്ച് മാംസം, പിന്നെ തീ അണഞ്ഞുപോകാതെ സൂക്ഷിക്കാനുള്ള ഒരു പാത്രവും അവർ തയ്യാറാക്കി. പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് അവർ ആ ഗുഹയിൽ നിന്ന് അവസാനമായി പുറത്തിറങ്ങി. ഓരോരുത്തരും പോകുന്നതിനു മുൻപ് ആ ഭിത്തികളെ ഒന്ന് തൊട്ടു. തങ്ങളുടെ ഓർമ്മകളെ, തങ്ങളുടെ പൂർവികരെ അവിടെ ഉപേക്ഷിച്ചു പോകുന്നതിന്റെ വേദന അവരുടെ എല്ലാം മുഖത്തുണ്ടായിരുന്നു. അവർ ഉയർന്ന സ്ഥലങ്ങളെ ലക്ഷ്യമാക്കി നടന്നു. ചെളി നിറഞ്ഞ വഴുവഴുപ്പുള്ള വഴിയിലൂടെയുള്ള യാത്ര ദുഷ്കരമായിരുന്നു. കുഞ്ഞിനെയും തോളിലേറ്റി അവൻ നടന്നു. അവൻ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കിയാൽ പുരക്ഷെ അവന്റെ കാലുകൾ മുന്നോട്ട് ചലിക്കില്ലെന്നവന് തോന്നി. ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ വളരെ ഉയരത്തിലുള്ള ഒരു പാറക്കെട്ടിന്റെ മുകളിലെത്തി. അവിടെ കാറ്റും മഴയും കൊള്ളാതെ ഒതുങ്ങിപ്പോടാൻ പറ്റിയ ഒരു ചെറിയ ഗുഹയുണ്ടായിരുന്നു. പഴയ ഗുഹയുടെ അത്രയും വലിപ്പമോ സൗകര്യമോ അതിനുണ്ടായിരുന്നില്ല. പക്ഷെ അത് സുരക്ഷിതമായിരുന്നു. അവൻ ആ പുതിയ ഗുഹയുടെ വാതിൽക്കൽ നിന്ന് താഴേക്ക് നോക്കി. അവരുടെ പഴയ ലോകം മുഴുവൻ വെള്ളത്തിനടിയിലായിരിക്കുന്നു. അവർ താമസിച്ചിരുന്ന ഗുഹയുടെ വാതിൽ വരെ വെള്ളം എത്തിയിരിക്കുന്നു. ഒരു ദിവസം കൂടി അവരവിടെ താമസിച്ചിരുന്നെങ്കിൽ പുറക്ഷേ അവരും ആ ഒഴുക്കിൽപ്പെട്ടേനെ. അവന്റെ ഉള്ളിൽ ഒരു ഭയം വന്നു നിറഞ്ഞു. പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ താൻ എത്ര നിസ്സാരനാണെന്ന തിരിച്ചറിവ്. അവൻ തിരിഞ്ഞ് തന്റെ പുതിയ വീടിന്റെ അകത്തേക്ക് നോക്കി. അവന്റെ ഇണ തീ കത്തിക്കാൻ ശ്രമിക്കുകയാണ്. കുഞ്ഞ് അവരുടെ അരികിൽ കളിക്കുന്നു. കൂട്ടത്തിലെ മറ്റുള്ളവർ കൊണ്ടുവന്ന സാധനങ്ങൾ ഒതുക്കിവെക്കുന്നത് അവൻ കണ്ടു. എല്ലാവരുടെയും മുഖത്ത് ക്ഷീണമുണ്ട്, നഷ്ടബോധമുണ്ട്. പക്ഷേ ആ കണ്ണുകളിൽ പ്രകാശമുണ്ടായിരുന്നു. അതിജീവിച്ചതിന്റെ പ്രകാശം. അവൻ അകത്തേക്ക് ചെന്ന് തീ കത്തിക്കാൻ സഹായിച്ചു. ആ പുതിയ ഗുഹയ്ക്കുള്ളിൽ ആദ്യമായി തീ എരിഞ്ഞു തുടങ്ങിയപ്പോൾ അതവരുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. വീടെന്നത് ചുമരുകളല്ല, ഒരുമിച്ചു കൂടുന്ന മനുഷ്യരാണെന്നവർ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൽ അവന്റെ മനസ്സ് പതിയെ ശാന്തമായി. ദിവസങ്ങൾ ആ പുതിയ ഗുഹയിൽ കടന്നുപോയി. പുഴയിലെ വെള്ളം പതിയെ ഇറങ്ങിത്തുടങ്ങി. പക്ഷേ അത് പഴയ പുഴയായിരുന്നില്ല. അതിന്റെ തീരങ്ങൾ മാറിയിരുന്നു, വഴികൾ മാറിയിരുന്നു. അവർക്ക് പരിചിതമായിരുന്ന ലോകം ആ പ്രളയജലം മായ്ച്ചു കളഞ്ഞിരുന്നു.
അവന്റെ ഉള്ളിൽ ഒരു ശൂന്യതയായിരുന്നു. ആ പഴയ ഗുഹയുടെ ഓർമ്മകൾ അവനെ വേട്ടയാടി. ആ ഭിത്തിയിലെ ചിത്രങ്ങൾ, അവന്റെ അച്ഛന്റെയും അപ്പൂപ്പന്റെയും കൈകൾ പതിഞ്ഞ ആ കൽച്ചുവരുകൾ, അതെല്ലാം ഇപ്പോൾ എവിടെയായിരിക്കും? ആ വെള്ളത്തിനിടയിൽ അവയെല്ലാം മാഞ്ഞുപോയിരിക്കുമോ? ആ ഓർമ്മകൾ മാഞ്ഞുപോയാൽ തങ്ങൾ ആരാണെന്ന് എങ്ങനെയാണ് ഓർക്കുക? ഒരു ദിവസം ഭക്ഷണം കുറഞ്ഞു തുടങ്ങിയപ്പോൾ അവനും മറ്റൊരാളും കൂടി പുതിയ വഴികൾ തേടിയിറങ്ങി. താഴെ വെള്ളമിറങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ചെളി നിറഞ്ഞിരുന്നു. പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ ചെറിയ കുളങ്ങളിൽ എന്തോ വെട്ടിക്കിളങ്ങുന്നത് അവൻ കണ്ടു. അവൻ പതിയെ അതിനടുത്തേക്ക് ചെന്നു. അതൊരു പുതിയ തരം ജീവിയായിരുന്നു. വഴുവഴുപ്പുള്ള ശരീരം, തിളങ്ങുന്ന ചെതുമ്പലുകൾ. അത് വെള്ളത്തിൽ പിടയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ആദ്യമായി ഒരു മത്സ്യത്തെ കാണുകയായിരുന്നു. ഭയത്തോടെയും കൗതുകത്തോടെയും അവൻ അതിനെ പിടിക്കാൻ ശ്രമിച്ചു. പലതവണ അതവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ഒടുവിൽ അവൻ അതിനെ കരയിലേക്ക് പിടിച്ചിട്ടു. അതൊരു പുതിയ അറിവായിരുന്നു. കരയിലെ മൃഗങ്ങളെപ്പോലെ തന്നെ വെള്ളത്തിലും ഭക്ഷണമുണ്ടെന്ന തിരിച്ചറിവ്. അവരന്ന് ഒരുപാട് മത്സ്യങ്ങളെ പിടിച്ചു. അതൊരു വേട്ടയായിരുന്നില്ല, അതൊരു കണ്ടെത്തലായിരുന്നു. ഗുഹയിൽ തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും ആ പുതിയ ജീവിയെ അത്ഭുതത്തോടെ നോക്കി. ചിലർക്ക് ഭയമുണ്ടായിരുന്നു, മറ്റു ചിലർക്ക് കൗതുകം. അവരത് തീയിൽ ചുട്ടു. അതിന് മാംസത്തിന്റെ രുചിയായിരുന്നില്ല, പുതിയൊരു രുചി. പക്ഷേ അത് വിശപ്പടക്കി. അന്നുമുതൽ അവർക്ക് ഭക്ഷണത്തിനായി മറ്റൊരു വഴി കൂടി തുറന്നു കിട്ടി. പുഴ അവർക്ക് ഭീഷണിയായിരുന്നെങ്കിലും അതവർക്ക് അനുഗ്രഹവും നൽകി. പ്രകൃതി ഒന്നെടുക്കുമ്പോൾ മറ്റൊന്ന് തിരികെ നൽകുമെന്നവർ പഠിക്കുകയായിരുന്നു. പക്ഷേ എത്രയൊക്കെ ഭക്ഷണം കിട്ടിയിട്ടും ആ പുതിയ ഗുഹയുടെ ചുവരുകൾ അവനെ അലട്ടിക്കൊണ്ടിരുന്നു. വെറും കല്ലുകൾ, കഥകളില്ലാത്ത, ഓർമ്മകളില്ലാത്ത വെറും കല്ലുകൾ. അവൻ അവിടെയിരുന്ന് ആ ശൂന്യമായ ഭിത്തികളിലേക്ക് നോക്കിയിരിക്കും. അവന്റെ ഉള്ളിലെ ശൂന്യത പോലെയായിരുന്നു അതും. ഒരു രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ തീയുടെ അരികിലിരിക്കുകയായിരുന്നു. അവന്റെ മകൻ അവന്റെ അരികിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നുണ്ട്. അവൻ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. ഇവൻ വളർന്നു വരുമ്പോൾ ഞാൻ ഇവനോടെന്ത് കഥകളാണ് പറയുക? നമ്മുടെ പൂർവികരുടെ കഥകൾ, അവരുടെ ധൈര്യത്തിന്റെ കഥകൾ. ഞാൻ എങ്ങനെയാണ് ഇവന് പറഞ്ഞുകൊടുക്കുക? ആ ചിത്രങ്ങളില്ലാതെ. ആ ചിന്ത അവനെ വല്ലാതെ അലട്ടി. അവൻ എഴുന്നേറ്റ് തീയിൽ നിന്നും ഒരു കഷ്ണം കരിയെടുത്തു. അതിന് അപ്പോഴും ചെറിയ ചൂടുണ്ടായിരുന്നു. അവൻ ആ കരിക്കട്ടയുമായി ഗുഹയുടെ ഭിത്തിക്കരിയിലേക്ക് നടന്നു. ഒരു നിമിഷം അവൻ ഒന്നും ചെയ്യാതെ നിന്നു. അവന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ ഭിത്തിയിൽ ആദ്യത്തെ അടയാളം കുറിക്കാൻ അവന് ഭയം തോന്നി. അത് ശരിയാകുമോ? പഴയ ചിത്രങ്ങളെപ്പോലെ അത് മനോഹരമാകുമോ? പിന്നെ അവന്റെ ഉള്ളിലൊരു ധൈര്യം വന്നു. അവന്റെ അപ്പൂപ്പനും ആദ്യമായി ഒരു ചിത്രം വരച്ചപ്പോൾ ഇങ്ങനെ ഭയന്നിട്ടുണ്ടാവുമോ? ഇല്ലായിരിക്കാം. അദ്ദേഹം വരച്ചത് ഒരു തുടക്കമായിരുന്നു. താനും ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. അവൻ തന്റെ ഇടതുകൈ ആ തണുത്ത കൽഭിത്തിയിൽ അമർത്തിവെച്ചു. എന്നിട്ട് വലതുകൈയിലെ കരിക്കട്ട കൊണ്ട് അതിനു ചുറ്റും വരച്ചു. അവൻ കൈയെടുത്തപ്പോൾ ആ ഭിത്തിയിൽ അവന്റെ കൈപ്പത്തിയുടെ രൂപം പതിഞ്ഞിരുന്നു. കറുത്ത നിറത്തിൽ, വളരെ ലളിതമായൊരു രൂപം. അതൊരു മാമത്തോ മാനോ ആയിരുന്നില്ല. അതൊരു വേട്ടയുടെ കഥയായിരുന്നില്ല. അത് അവനായിരുന്നു. ഞാൻ ഇവിടെയുണ്ട്, ഞങ്ങളിവിടെയുണ്ട്, ഞങ്ങൾ അതിജീവിച്ചു എന്ന് ആ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരടയാളം. ആ ശബ്ദം കേട്ട് അവന്റെ ഇണ ഉണർന്നു. അവൾ അവന്റെ അടുത്തേക്ക് വന്നു. ഭിത്തിയിലെ ആ പുതിയ അടയാളത്തിലേക്ക് നോക്കി. അവൾ ഒന്നും ചോദിച്ചില്ല. അവൾക്ക് കാര്യം മനസ്സിലായിരുന്നു. അവൾ പുഞ്ചിരിച്ചു. എന്നിട്ട് അവളും തന്റെ കൈപ്പത്തി അവന്റെ കൈപ്പത്തിയുടെ അടയാളത്തിനടുത്തായി വെച്ചു. അവൻ ആ ഭിത്തിയിലേക്ക് നോക്കി. ഇപ്പോൾ അവിടെ 2 കൈപ്പത്തികളുണ്ട്. ആ ഗുഹയ്ക്ക് ഇപ്പോൾ ഒരു കഥയുണ്ട്. അവരുടെ കഥ. അതൊരു തുടക്കമായിരുന്നു. അവരുടെ പുതിയ ചരിത്രത്തിന്റെ ആദ്യത്തെ അക്ഷരം. അവന്റെ മനസ്സിലെ ഭാരം ഒഴിഞ്ഞുപോയതുപോലെ തോന്നി. അവൻ തന്റെ ഇണയുടെ കൈപിടിച്ച് തീയുടെ അടുത്തേക്ക് തിരികെ വന്നു. കുഞ്ഞിന്റെ അരികിൽ കിടക്കുമ്പോൾ ആ പുതിയ അടയാളം അവന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു വീട് ഓർമ്മകളാൽ നിർമ്മിക്കപ്പെട്ടതാണെങ്കിൽ തങ്ങൾ ആ വീടിനെ തറക്കല്ലിട്ടിരിക്കുന്നു എന്ന ചിന്തയിൽ അവൻ ശാന്തമായി ഉറങ്ങി. ആ പുതിയ ഗുഹയിൽ കാലം മുന്നോട്ടുപോയി. പുറത്തെ ലോകം വീണ്ടും മാറി. പുഴ ശാന്തയായി. അതിന്റെ പുതിയ വഴിയിലൂടെ ഒഴുകാൻ തുടങ്ങി. മഞ്ഞുരുകിപ്പോയി താഴ്വാരങ്ങളിൽ പുതിയ പുൽമേടുകൾ വളർന്നു. പണ്ട് കണ്ടിട്ടില്ലാത്ത തരം പൂക്കൾ വിരിഞ്ഞു. പുതിയ തരം പക്ഷികൾ പാടി. ലോകം ഒരു പുതിയ വസ്ത്രം എടുത്തണിഞ്ഞതുപോലെ. അവരുടെ ജീവിതവും ആ മാറ്റത്തിനൊപ്പം സഞ്ചരിച്ചു. അവർ മത്സ്യബന്ധനം പഠിച്ചു. പുഴയുടെ കരയിൽ നിന്നും എളുപ്പത്തിൽ ഭക്ഷണം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. പുതിയ പുൽമേടുകളിൽ മാനുകളും കാട്ടുപോത്തുകളും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. വേട്ടയാടൽ വീണ്ടും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി. പക്ഷേ പഴയതുപോലെയുള്ള ഒരു ഭയമുണ്ടായിരുന്നില്ല. ഭക്ഷണം കിട്ടാതെ വരുമോ എന്ന ആധി അവരെ വിട്ടൊഴിഞ്ഞിരുന്നു. ആ പുതിയ ഗുഹയുടെ ഭിത്തികളിൽ ചിത്രങ്ങളുടെ എണ്ണം കൂടി വന്നു.
അവന്റെ കൈപ്പത്തിയുടെ അടയാളത്തിനരികെ അവന്റെ ഇണയുടെയും മകന്റെയും കൈപ്പത്തികൾ പതിഞ്ഞു. അവർ പിടിച്ച മത്സ്യങ്ങളുടെ ചിത്രങ്ങൾ, പുതിയ പുൽമേടുകളിൽ മേയുന്ന മാനുകളുടെ ചിത്രങ്ങൾ, അവരുടെ പുതിയ ജീവിതത്തിന്റെ ഓരോ ഏടുകളും ആ കൽഭിത്തിയിൽ നിറഞ്ഞു. അത് അവരുടെ പുതിയ പുസ്തകമായി. പക്ഷേ ആ പുതിയ ലോകത്ത് അവർ ഒറ്റയ്ക്കായിരുന്നില്ല. ഒരു ദിവസം നല്ല ഉറപ്പുള്ള മരങ്ങൾ തേടി അവനും കൂട്ടരും പതിവില്ലാത്ത ദൂരത്തേക്ക് യാത്ര പോയി. കുന്തങ്ങളുണ്ടാക്കാൻ ഏറ്റവും നല്ലത് ചില പ്രത്യേകതരം മരങ്ങളായിരുന്നു. ആ മരങ്ങൾ താഴ്വാരയുടെ അങ്ങേയറ്റത്താണ് വളർന്നിരുന്നത്. അവർ നടന്നു പോകുമ്പോൾ ചെളിയിൽ ചില കാൽപ്പാടുകൾ കണ്ടു. അത് അവരുടെ കൂട്ടത്തിൽ ആരുടേതുമായിരുന്നില്ല. ആ പാദങ്ങൾക്ക് അല്പം വലിപ്പം കുറവായിരുന്നു. വിരലുകളുടെ അടയാളങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു. അവർ പരസ്പരം നോക്കി. വാക്കുകളൊന്നും വേണ്ടിവന്നില്ല. അവരുടെ കണ്ണുകൾ സംസാരിച്ചു. മറ്റാരോ. അവർ കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ടു നീങ്ങി. കൈയിലെ കുന്തങ്ങൾ മുറുകെ പിടിച്ചു. ഭയമായിരുന്നില്ല, ഒരുതരം ജാഗ്രതയായിരുന്നു അവരുടെ ഉള്ളിൽ. കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ അവർ ആ കാഴ്ച കണ്ടു. ഒരു കല്ല്. അതൊരു സാധാരണ കല്ലായിരുന്നില്ല. ആരോ അത് ശ്രദ്ധയോടെ കൊത്തിയെടുത്ത് ഒരു ആയുധമാക്കി മാറ്റിയിരിക്കുന്നു. പക്ഷെ അത് നിർമ്മിച്ച രീതി അവർക്ക് പരിചയമുള്ളതായിരുന്നില്ല. അവർ ഉണ്ടാക്കുന്ന ആയുധങ്ങളെക്കാൾ ചെറുതും കൂടുതൽ കൂർത്തതുമായിരുന്നു അത്. ആരോ അതവിടെ മറന്നുവെച്ചുപോയതാവാം. അവൻ ആ കല്ല് കയ്യിലെടുത്തു. അതിന് നല്ല തണുപ്പുണ്ടായിരുന്നു. മറ്റൊരാളുടെ, തങ്ങൾക്ക് അപരിചിതരായ ഒരു മനുഷ്യന്റെ കൈകളേച്ച കല്ല്. ഈ ലോകത്ത് തങ്ങളെപ്പോലെ മറ്റൊരാളുണ്ട് എന്ന ചിന്ത അവനെ വല്ലാതെ സ്പർശിച്ചു. അവർ ആ ആയുധം അവിടെ തന്നെ വെച്ചു. അത് അവരുടേതായിരുന്നില്ല. അവർ മുന്നോട്ടു നടന്നു. ദൂരെ ആകാശത്തേക്കൊരു നേർത്ത പുക ഉയർന്നു പൊങ്ങുന്നത് അവർ കണ്ടു. അത് അവരുടെ തീയായിരുന്നില്ല, മറ്റാരുടെയോ തീ, മറ്റൊരാളുടെ വീട്. അവർ ശബ്ദമുണ്ടാക്കാതെ ഒരു പാറക്കെട്ടിന്റെ മറവിൽ ഒളിച്ചുനിന്നു. അവിടെ നിന്നും അവർക്കാ കാഴ്ച കാണാമായിരുന്നു. ഒരു ചെറിയ പുഴയുടെ അരികിലായി ഒരു താൽക്കാലികമായ അഭയകേന്ദ്രം. മരച്ചില്ലകളും മൃഗത്തോലും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചെറിയ കുടിൽ. അതിനു മുന്നിലിരുന്ന് 3-4 മനുഷ്യർ തീ കായുന്നു. അവരും തങ്ങളെപ്പോലെ തന്നെയായിരുന്നു. പക്ഷെ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ വ്യത്യസ്തമായിരുന്നു. അവർ തലയിൽ പക്ഷികളുടെ തൂവലുകൾ ചൂടിയിരുന്നു. അവർ സംസാരിക്കുന്ന ഭാഷയുടെ നേർത്ത ശബ്ദം കാറ്റിൽ ഒഴുകിവന്നെങ്കിലും അതവന് മനസ്സിലായില്ല. അവരിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ താലോലിക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ അവന്റെ ഉള്ളിലെ ജാഗ്രത അലിഞ്ഞുപോയി. ഭയത്തിനു പകരം ഒരുതരം അടുപ്പം തോന്നി. അവരും നമ്മളെപ്പോലെ തന്നെയാണ്. അവരും അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കും കുടുംബമുണ്ട്. അവന്റെ കൂടെ ഉണ്ടായിരുന്നയാൾ മുന്നോട്ടു പോകാനായി ആംഗ്യം കാണിച്ചു. അവരെ കണ്ട കാര്യം അറിയിക്കാനായിരിക്കാം. പക്ഷെ അവൻ തടഞ്ഞു. വേണ്ട, അവരറിഞ്ഞാൽ ഒരുപക്ഷെ ഭയന്നേക്കാം. അല്ലെങ്കിൽ അതൊരു വഴക്കിന് കാരണമാകാം. അവർ നിശബ്ദരായി അവിടെ നിന്നും തിരിച്ചു നടന്നു. ആ കാഴ്ച അവരുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു. ഗുഹയിൽ തിരിച്ചെത്തിയപ്പോൾ അവർ ഈ വിവരം മറ്റുള്ളവരുമായി പങ്കുവച്ചു. എല്ലാവരും നിശബ്ദരായിരുന്നു. ചിലരുടെ മുഖത്ത് ഭയം നിഴലിട്ടു. മറ്റു ചിലർക്ക് ആകാംക്ഷ. ഈ പുതിയ അയൽക്കാർ തങ്ങൾക്ക് ഭീഷണിയാകുമോ അതോ സഹായമാകുമോ? ആർക്കുമൊരു ഉത്തരവുമുണ്ടായിരുന്നില്ല. അന്ന് രാത്രി അവൻ ഉറങ്ങാൻ കിടന്നപ്പോൾ അവന്റെ മനസ്സിൽ ആ കാഴ്ചയായിരുന്നു. ആ കുഞ്ഞിനെ താലോലിക്കുന്ന സ്ത്രീയുടെ രൂപം. അവന്റെ ലോകം പെട്ടെന്ന് വലുതായതുപോലെ അവന് തോന്നി. തങ്ങളുടെ ഈ മലകൾക്കും പുഴകൾക്കും അപ്പുറം ഇതുപോലെയുള്ള എത്രയോ മനുഷ്യരുണ്ടാകാം. ഓരോരുത്തർക്കും അവരവരുടെ കഥകൾ, അവരവരുടെ ചിത്രങ്ങൾ, അവരവരുടെ വീടുകൾ. തങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ചിന്ത അവനിൽ ഒരേ സമയം ആശ്വാസവും ഒരു ചെറിയ ഭയവും നിറച്ചു. ഈ ലോകം താൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ വലുതാണ്. ആ വലിയ ലോകത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് താൻ എന്ന തിരിച്ചറിവിൽ അവൻ കണ്ണുകൾ അടച്ചു. അവന്റെ സ്വപ്നത്തിൽ ദൂരെ എവിടെയോ മറ്റൊരു തീ എരിയുന്നുണ്ടായിരുന്നു. ആ രാത്രിക്കു ശേഷം അവരുടെ ലോകം പഴയതുപോലെ ആയിരുന്നില്ല. ദൂരെ ആകാശത്തേക്കുയരുന്ന ആ നേർത്ത പുക അവരുടെ ചിന്തകളിൽ എപ്പോഴും ഒരടയാളമായി നിന്നു. വേട്ടയ്ക്കു പോകുമ്പോഴും പുഴക്കരയിൽ പോകുമ്പോഴും അവരുടെ കണ്ണുകൾ അറിയാതെ ആ ദിശയിലേക്ക് നീളും. ദിവസങ്ങൾ കടന്നുപോയി. അവർ ആ പുതിയ മനുഷ്യരെ വീണ്ടും കണ്ടു. ദൂരെ നിന്നും മാത്രം. ഒരിക്കൽ പുഴക്കരയിൽ മത്സ്യങ്ങളെ പിടിക്കുമ്പോൾ മറുകരയിൽ അവരിൽ ചിലർ നിൽക്കുന്നത് കണ്ടു. അവർ പരസ്പരം നോക്കി. ആരുമൊന്നും സംസാരിച്ചില്ല. ഭയമോ ശത്രുതയോ ആ നോട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഒരുതരം നിശബ്ദമായ അംഗീകാരം മാത്രം. നിങ്ങൾ അവിടെയുണ്ട്, ഞങ്ങൾ ഇവിടെയുണ്ട് എന്നു പറയുന്നതുപോലെ. അവർ അവരവരുടെ ജോലി തുടർന്നു. കുറച്ചുകഴിഞ്ഞ് പിരിഞ്ഞുപോയി. കാലം മുന്നോട്ടൊഴുകി. മഞ്ഞുകാലം മാറി വേനൽ വന്നു.
വേനൽ മാറി വീണ്ടും തണുപ്പ് പടർന്നു തുടങ്ങി. ഋതുക്കൾ മാറിമറിയുന്നതിനനുസരിച്ച് ലോകവും മാറി. ആ മാറ്റങ്ങൾക്കൊപ്പം അവരും ജീവിച്ചു. ഒരു ദിവസം അവന്റെ മകന് ശക്തമായ പനി പിടിച്ചു. അവന്റെ ശരീരം തീ പോലെ പൊള്ളുന്നുണ്ടായിരുന്നു. അവനൊന്നും കഴിക്കാതെ തളർന്നു കിടന്നു. അവർക്കറിയാവുന്ന വൈദ്യമെല്ലാം അവർ പരീക്ഷിച്ചു നോക്കി. ചില പ്രത്യേക ഇലകളുടെ നീര് കൊടുത്തു നോക്കി. പക്ഷേ ഒന്നിനും ഒരു ഫലവുമില്ലായിരുന്നു. അവന്റെ ഇണയുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. അവൻ നിസ്സഹായനായി തന്റെ മകന്റെ അരികിലിരുന്നു. അവന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞുപോകുന്നത് അവൻ ഭയത്തോടെ നോക്കിയിരുന്നു. അന്നേരം അവരുടെ കൂട്ടത്തിലെ ആ പ്രായം ചെന്നയാൾ അവന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ദൂരേക്ക് കൈ ചൂണ്ടി ആ പുതിയ മനുഷ്യർ താമസിക്കുന്ന ദിശയിലേക്ക്. അവന് കാര്യം മനസ്സിലായി. ഒരുപക്ഷേ അവർക്കെന്തെങ്കിലും അറിയാമായിരിക്കും. ഒരുപക്ഷേ അവരുടെ കയ്യിൽ എന്തെങ്കിലും മരുന്നുണ്ടായിരിക്കും. അതൊരു നേരിയ അപകടവുമായിരുന്നു. അപരിചിതരായ ഒരു കൂട്ടം മനുഷ്യരുടെ അടുത്തേക്ക് സഹായം ചോദിച്ചു ചെല്ലുക. അവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അവന് വേറെ വഴിയില്ലായിരുന്നു. അവന്റെ മകന്റെ ജീവനേക്കാൾ വലുതായി അവനൊന്നുമുണ്ടായിരുന്നില്ല. അവൻ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചു. കയ്യിൽ ആയുധങ്ങളൊന്നും എടുത്തില്ല. നിരായുധനായി ചെല്ലുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി. അവൻ പോകുന്നതിനു മുൻപ് തന്റെ മകന്റെ നെറ്റിയിൽ അവസാനമായി ഒന്ന് തലോടി. എന്നിട്ട് ആ ഇരുണ്ട രാത്രിയിലേക്ക് ഇറങ്ങി നടന്നു. അവന്റെ ഓരോ കാൽവെപ്പിലും ഭയമുണ്ടായിരുന്നു. തന്റെ ജീവനെക്കുറിച്ചുള്ള ഭയമായിരുന്നില്ല. താൻ തിരികെ വരുമ്പോഴേക്കും തന്റെ മകൻ ഉണ്ടാകുമോ എന്ന ഭയമായിരുന്നു അത്. അവൻ ആ താൽക്കാലിക കുടിലുകളുടെ അടുത്തേക്കെത്തി. അവിടെ തീ എലിയുന്നുണ്ടായിരുന്നു. അവൻ ദൂരെ നിന്ന് തന്നെ ഉറക്കെ ശബ്ദമുണ്ടാക്കി. താൻ വരുന്നുണ്ടെന്ന് അവരെ അറിയിക്കാനായി. അവന്റെ ശബ്ദം കേട്ട് അവർ പുറത്തിറങ്ങി. കയ്യിൽ ആയുധങ്ങളുമായി ജാഗ്രതയോടെ അവൻ അവനെ നോക്കി. അവരുടെ നായകൾ ഉച്ചത്തിൽ കുരയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ അവിടെത്തന്നെ നിന്നു. അവന്റെ കൈകൾ കാലിയാണെന്നവരെ കാണിച്ചു. എന്നിട്ട് അവൻ ആംഗ്യങ്ങളിലൂടെ തന്റെ ആവശ്യം അവരെ അറിയിക്കാൻ ശ്രമിച്ചു. തന്റെ മകനെക്കുറിച്ച്, തന്റെ പനിയെക്കുറിച്ച്, തന്റെ ജീവനെക്കുറിച്ച്. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവന്റെ മുഖത്തെ വേദന അവർക്ക് മനസ്സിലായി. അവർ പരസ്പരം എന്തോ സംസാരിച്ചു. അവരിൽ പ്രായം ചെന്ന ഒരാൾ സ്ത്രീ മുന്നോട്ടു വന്നു. അവർ അവനെ അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. അവൻ അടുത്തേക്ക് ചെന്നു. ആ സ്ത്രീ അവന്റെ കയ്യിൽ ചില വേരുകളും ഇലകളും വെച്ചു തന്നു. എന്നിട്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ആംഗ്യങ്ങളിലൂടെ കാണിച്ചു തന്നു. അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ നീര് കുഞ്ഞിന് കൊടുക്കാൻ. അവൻ ആ മരുന്ന് കയ്യിൽ വാങ്ങുമ്പോൾ അവന്റെ കണ്ണുകൾ നന്ദി കൊണ്ട് നിറഞ്ഞു. അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ കണ്ണുകളിൽ ശത്രുതയായിരുന്നില്ല, സഹാനുഭൂതിയായിരുന്നു. അവൻ തിരികെ നടന്നു, വന്നതിനേക്കാൾ വേഗത്തിൽ. ആ ചെറിയ പ്രതീക്ഷയും നെഞ്ചിലേറ്റി അവൻ ഗുഹയിലേക്ക് ഓടി. അവരാ മരുന്ന് തിളപ്പിച്ച് അതിന്റെ നീര് തണുപ്പിച്ച് തന്റെ മകന്റെ വായിലേക്ക് ഇറ്റിച്ചുകൊടുത്തു. അവന്റെ കണ്ണുകൾ അപ്പോഴും അടഞ്ഞുതന്നെ കിടക്കുകയായിരുന്നു. അന്നത്തെ രാത്രി മുഴുവൻ അവനും അവന്റെ ഇണയും ഉറങ്ങാതെ അവൻ അരികിലിരുന്നു. ആ മരുന്നിൽ തങ്ങളുടെ അവസാന പ്രതീക്ഷയും അർപ്പിച്ച് അവർ കാത്തിരുന്നു. പുലർച്ചെ കിഴക്ക് വെളിച്ചം വീണു തുടങ്ങിയപ്പോൾ അവന്റെ മകൻ പതിയെ കണ്ണു തുറന്നു. അവന്റെ ശരീരത്തിലെ ചൂട് കുറഞ്ഞിരുന്നു. അവൻ ക്ഷീണിച്ച സ്വരത്തിൽ വെള്ളം ചോദിച്ചു. അവന്റെ ഇണ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. അവന്റെ ഉള്ളിൽ കടലിരമ്പുന്നതുപോലെ തോന്നി. അവൻ തന്റെ മകനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. അന്ന് ലോകം കൂടുതൽ വലുതാവുകയായിരുന്നില്ല, അത് കൂടുതൽ അടുത്തുവരികയായിരുന്നു. ഭാഷയും ദേശവും ഭിത്തികളുമില്ലാത്ത സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും ഒരു ലോകം അവന്റെ കൺമുന്നിൽ തെളിയുകയായിരുന്നു. അവന്റെ മകൻ പതിയെ സുഖപ്രാപിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും ആ കുടിലുകൾ ലക്ഷ്യമാക്കി നടന്നു. ഇത്തവണ അവന്റെ കയ്യിൽ വിലയേറിയ ഒരു സമ്മാനമുണ്ടായിരുന്നു. നല്ലവണ്ണം ഉണക്കിയ ഒരു വലിയ മാനിന്റെ തോൽ. തന്റെ മകന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള ഒരു ചെറിയ നന്ദി. അവർ ആ സമ്മാനം സന്തോഷത്തോടെ സ്വീകരിച്ചു. അന്നുമുതൽ ആ രണ്ടു കൂട്ടരും അയൽക്കാരായിരുന്നില്ല, അവർ സുഹൃത്തുക്കളായി. അവർ ഒരുമിച്ചു വേട്ടയാടി, ഒരുമിച്ചു ഭക്ഷണം പങ്കുവച്ചു, ഒരുമിച്ച് കഥകൾ പറഞ്ഞു.
ഭാഷ ഒരു തടസ്സമായിരുന്നില്ല. അവരുടെ ഹൃദയങ്ങൾ സംസാരിച്ചു തുടങ്ങിയിരുന്നു. അവന്റെ ഗുഹയിലെ ഭിത്തിയിൽ പുതിയ ചിത്രങ്ങൾ നിറഞ്ഞു. കൈകൾ കോർത്തുപിടിച്ചു നിൽക്കുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ. 2 വ്യത്യസ്ത കൂട്ടങ്ങൾ ഒരുമിച്ചിരുന്ന് തീ കായുന്നതിന്റെ ചിത്രങ്ങൾ. ആ ചിത്രങ്ങൾക്ക് ചുവപ്പും കറുപ്പുമല്ല നിറം, അതിന് സ്നേഹത്തിന്റെ നിറമായിരുന്നു. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ആ പഴയ ലോകത്ത് നമ്മൾ ആ മനുഷ്യനോടൊപ്പം ജീവിച്ചു. അവന്റെ ഭയവും സന്തോഷവും അതിജീവനവും നമ്മൾ കണ്ടു. അവന്റെ ലോകത്ത് തീയായിരുന്നു അവന് വെളിച്ചവും ചൂടും നൽകിയത്. അതുപോലെ നല്ല സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കൂട്ടായി വരട്ടെ. നിങ്ങളുടെ രാത്രിയെ അത് പ്രകാശപൂർണമാക്കട്ടെ. ഇനി ഒന്നും ഓർക്കണ്ട, ഒന്നും ചിന്തിക്കണ്ട. ശാന്തമായി സുഖമായി ഉറങ്ങിക്കോളൂ. നമസ്കാരം.